അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസണിലേക്കാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടി ആദ്യം തന്നെ ഈ CJPയുടെ സമരത്തെ അംഗീകരിച്ചാണ്. കേജ്രിവാൾ സമരവേദിയിലേക്ക് പോവുകയും സോനം വാങ്ചുക്കിനെയൊക്കെ കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ സമരം അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് മാറുമ്പോൾ ആം ആദ്മി പാർട്ടി അതെങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ മുന്നണി എടുക്കുന്ന ആ നിലപാടിനൊപ്പം തന്നെയാണോ ആപ്പുമുള്ളത്? പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാണല്ലോ ഇത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാവരുടെയും ശബ്ദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായ പ്രതിപക്ഷ ശബ്ദം അവിടെ ഉണ്ടാവണമെന്ന് ഒരു സാധാരണ മനുഷ്യ നിലയിൽ രാഷ്ട്രീയത്തിനൊക്കെ ഉപരിയായിട്ട് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് കാണിച്ച ഈ അപമര്യാദയോട് അപലപിക്കുക എന്നതാണ് ഇന്ത്യയിലെ ഒരു പൗരൻ്റെയും മിനിമം ക്വാളിറ്റി എന്നതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അതിനെ കരുതുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞ വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കാര്യം പറയാനുള്ളത്, ഈ സത്യത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ത്യ ഭരിക്കുന്നവർ ധിക്കാരികളും ഫാസിസ്റ്റ് മനോഭാവമുള്ളവരും ധാർഷ്ട്യമുള്ളവരും ക്രൂരരും യാതൊരു മാനസിക വലിപ്പവും ഇല്ലാത്തവരുമാണ് എന്നാണ് നമ്മൾ കരുതി വെച്ചിരുന്നത്. അങ്ങനെയാണ് താനും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്രമാത്രം ദീർഘവീക്ഷണമില്ലാത്തവരും മഠയന്മാരുമാണ് എന്ന് ഈ സമരം വെളിവാകുകയാണ്. എന്താണ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്താ ധരിച്ചു വെച്ചത് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ പറ്റി? ഇവർ ധരിച്ചു ഇന്ത്യയിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇവർ കലക്കി വിടുന്ന മതവിദ്വേഷം മനസ്സിലേറ്റെടുത്ത് എന്താ പറയുക, മതനാമങ്ങളൊക്കെ ഉച്ചരിച്ച് ആൾക്കാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഇവർ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും വിശ്വസിച്ച് കാലാകാലങ്ങളിൽ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ് ഇന്ത്യൻ യുവത്വം എന്നാണോ ഇവർ കരുതി വെച്ചിരുന്നത്? സത്യത്തിൽ തെറ്റിപ്പോയില്ലേ? അതല്ല ഈ സമരം. അതായത് നോക്കൂ, ഇവിടെ എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ചവർ പറഞ്ഞൊരു സന്തോഷ് അദ്ദേഹമാണ് പറഞ്ഞത്, ഇതൊരു ഒരു ഇന്ത്യയിലെ യുവത്വത്തിൻ്റെ ശബ്ദമല്ലേ? ആ ശബ്ദത്തെ ഇവരെങ്ങനെയായിരുന്നു അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്? സത്യത്തിൽ ഞാൻ ഇന്നലെ മറ്റൊരു ചർച്ചയിലൊക്കെ ഇരുന്ന സമയത്ത് പറഞ്ഞത്, ഡൽഹിയിൽ ഈ വിഷയം മാത്രം നോക്കൂ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ വിഷയം മാത്രം. ഡൽഹി എന്ന് പറയുന്നത് വളരെ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ്, വളരെ വ്യവസ്ഥാപിതമായി നിൽക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലൊരു സമരം തുടങ്ങിയാൽ അത് രാജ്യവ്യാപകമാകുമെന്നും പിള്ളേർക്ക് അതിനുള്ള ശേഷിയുണ്ടെന്നും ഭരിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? തീർച്ചയായിട്ടും ഡൽഹിയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ വരുമ്പോൾ അവരെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഭരണവർഗത്തിൻ്റെ പോലീസിൻ്റെ തീർച്ചയായും ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതല്ലേ ജനാധിപത്യത്തിലെ മര്യാദ? അവരെ കേൾക്കുക, തുടക്കത്തിലെ അവരെ കേട്ടിരുന്നുവെങ്കിൽ, തുടക്കത്തിലെ അവരോട് സംസാരിച്ചിരുന്നുവെങ്കിൽ, ഇവിടെ ഈ മന്ത്രി രാജിവെക്കണം എന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സാമാന്യ മര്യാദ ജനാധിപത്യത്തിൽ അതാണല്ലോ, ഭരിക്കുന്നവർക്കാണല്ലോ ഈ പ്രോട്ടോക്കോളൊക്കെ ഉള്ളത്, അവരാണല്ലോ കേൾക്കേണ്ടിയിരുന്നത്. അവരെ തുടക്കത്തിൽ അത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ വലിയ അബദ്ധത്തിലേക്ക് ഭരണവർഗം പോയി വീഴുമായിരുന്നു. സത്യത്തിൽ ഈ സമരം വിജയിച്ചില്ലേ? നിങ്ങൾക്കിനിയും ഒരു മന്ത്രിയെ, BJP-ക്കാർക്ക് ഒരു മന്ത്രിയെ എത്രമാൾ സംരക്ഷിച്ച് നിർത്താൻ പറ്റും? അതായത് തുടക്കത്തിൽ ഒരു CJP സമരമായി മാറി, ഇന്ന് പ്രതിപക്ഷ ശബ്ദമായി മാറുന്നു. ഇന്ന് ഇന്ത്യയിലെ ബോധമുള്ള, വിവരമുള്ള, അതായത് നമ്മൾ ഈ ഭരണഘടനാപരമായ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്നത് ഈ ദീർഘവീക്ഷണമില്ലാത്ത മഠയന്മാർ ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇന്നലെ അവർ കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്താ? വെള്ളം കൊടുത്തില്ലെങ്കിൽ, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, വെയിലത്ത് നിർത്തിയാൽ കരിഞ്ഞു പോകുന്നതാണ് ഇന്ത്യൻ യുവത്വമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ തലയ്ക്കകത്ത് നമ്മളൊക്കെ കളിയാക്കുന്ന സാധനം തന്നെയല്ലേ ആണ്. നമ്മുടെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. ഭഗത് സിംഗിൻ്റെയൊക്കെ ചിത്രം പിടിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കിഷൻ സിംഗ് ട്രിബ്യൂണലിൽ ഒരു അപേക്ഷ കൊടുത്തു, എൻ്റെ മകനെ തൂക്കിലേറ്റരുതെന്ന്. അതറിഞ്ഞ ഭഗത് സിംഗ് അച്ഛനെയാണ് വഴക്ക് പറഞ്ഞത്. എന്നെ ജയിൽ പുള്ളിയായി തൂക്കിലേറ്റതിന് പകരം വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ഭഗത് സിംഗിൻ്റെ പിൻതലമുറക്കാരാണ് അവിടെ പോയി സമരം ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 19-ൽ അന്ന് പഞ്ചാബിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയർ അദ്ദേഹത്തെ ഉദ്ധം സിംഗ് പോയി കൊന്നത് എപ്പോഴാണ്? 19-ന് ശേഷം 30-ൽ ലണ്ടനിലെത്തി 10 വർഷം അവിടെ താമസിച്ച് അവിടുത്തെ ഒരു ഹോളിൻ്റെ പേരെനിക്ക് മനസ്സിലാവുന്നില്ല, ആ ഹോളിൽ കയറി വെടിവെച്ച് കൊന്ന ആൾ ഉദ്ധം സിംഗ്. ഈ ഉദ്ധം സിംഗിൻ്റെയും ഭഗത് സിംഗിൻ്റെയും അംബേദ്കറിൻ്റെയും അതുപോലെ തന്നെ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ സമരം, ഉപവാസ സമരം, ആ സമരമാണല്ലോ ഇന്ന് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സമരം, അക്രമരഹിതമായ ഉപവാസ സമരം. അങ്ങനെയൊക്കെ ചെറുപ്പക്കാരെ പഴവും വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാതെ അവർ ഈ കളഞ്ഞിട്ട് പോകുന്ന ധരിച്ച മടയന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സമരം അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴേ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി.